ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ ഈ വീക്ക്ലി അനലൈസ് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഞാൻ ഈ വീക്ക്ലി കറക്റ്റ് ഓരോ ട്രേഡ് വെച്ച് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ട്രേഡ് എടുത്ത് 2 ദിവസം, ഒന്ന് ഇന്നും പിന്നെ ട്യൂസ്ഡേ ആണെന്ന് തോന്നുന്നു. അത് രണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത് എന്തുകൊണ്ട് എടുത്തെന്ന്. ആദ്യത്തെ ട്രേഡ് ഞാൻ 3000 എക്സിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എൻ്റെ ടാർഗറ്റ് 5000 ആണെങ്കിൽ അതുവരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നില്ല. വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം എനിക്ക് കറക്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചപ്പോൾ തന്നെ ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുക്കാൻ പോയില്ല. ആദ്യത്തെ ട്രേഡിൽ എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല, ടാർഗറ്റും അടിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പിന്നെ ഒരു ട്രേഡ് എടുത്ത് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ട്രേഡ് എടുത്തു. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം ഞാൻ പിന്നെ ട്രേഡ് എടുത്ത് എനിക്ക് 4000 കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്നലെ എനിക്ക് 5000 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2 ഡേ സ്ട്രീക്കൊക്കെ ആയിട്ട് വന്നിരുന്നതാണ്. ഇന്നത്തെ ദിവസം അങ്ങനെ ലോസ് അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഡയറക്ഷൻ ഞാൻ എടുത്ത കറക്റ്റ് ആയിരുന്നെങ്കിലും ലോസ് അടിക്കാനുണ്ടായിരുന്ന കാരണം കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായാലും ഞാൻ 1-ാം തീയതി എടുത്ത ട്രേഡ് ബൈ എൻട്രി ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് പുൾ ബാക്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാ പ്ലാനും എൻ്റെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രേഡ് ആയിരുന്നു അത് അന്നത്തെ ദിവസം. പക്ഷേ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നില്ല. അതിന് മുമ്പേ ഞാൻ എക്സിറ്റ് ആയി. എനിക്ക് തോന്നുന്നു ഈ ഒരു റേഞ്ച്, ഈ ഒരു ലെവലിലെത്തിയപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ആയ സമയത്ത് തന്നെ ഞാൻ എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ കറക്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ദിവസം എടുത്ത ഈ ട്രേഡ്, രണ്ടാമത്തെ ചൊവ്വാഴ്ച എടുത്ത ട്രേഡിലായിരുന്നു ചെറിയൊരു മാർക്കറ്റ് ചെറിയ ചോപ്പി കണക്കായിരുന്നു. പക്ഷേ നിഫ്റ്റിയിൽ മാത്രമായിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. അത് നല്ല ഐ മീൻ ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഇങ്ങനത്തെ മാർക്കറ്റ്. പക്ഷേ നിഫ്റ്റിയിലും സെൻസെക്സിലും അത്യാവശ്യം നല്ല ഫോൾ ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ മാത്രം ട്രേഡ് എടുത്തിരുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റ് പോയിന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ലെവലിൽ ഇങ്ങനെ നിന്ന് പൊയ്ക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പ്രോഫിറ്റ് ആയിരുന്നു 1100 പ്രോഫിറ്റ് വന്നു. പിന്നെയും മാർക്കറ്റ് തിരിച്ചു പോയപ്പോഴത്തേന് ഞാൻ പിന്നെ ഒരു 80 റുപ്പീസിൽ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ട്രേഡ്. അതിനുശേഷം ഞാൻ പിന്നെ ഒരു ബൈ എൻട്രി ഞാൻ ചുമ്മാ കൺസിഡർ ചെയ്തു. പക്ഷേ അതും എനിക്ക്, ഞാൻ ബൈ എൻട്രി എടുത്ത ഉടനെ തന്നെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബൈ എൻട്രി ഞാൻ എടുത്തത് ഈ ഒരു ലെവലിലായിരുന്നു. ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ആയപ്പോഴത്തേനും ഞാൻ കരുതി ഇനിയിപ്പോൾ എന്തായാലും മുകളിലോട്ടായിരിക്കും പോകുന്നത് എന്ന് കരുതി എനിക്ക് എന്തായാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ആവാത്തതുകൊണ്ട് ഞാൻ ഒരു എൻട്രിയും കൂടെ കൺസിഡർ ചെയ്തു. പക്ഷേ ഞാൻ എടുത്ത ആ ഒരു നിമിഷം തന്നെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ ട്രേഡൊന്നും എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. മാർക്കറ്റ് എൻ്റെ കയ്യിലല്ല എന്ന് മനസ്സിലായപ്പോൾ ട്രേഡ് പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ ദിവസത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ പക്ക എൻട്രി ആയിരുന്നു. നല്ലൊരു ബുള്ളിഷ്, ഈ മൂവ്മെൻറ്റിൽ തന്നെ ഞാനൊരു ക്വിക്കായിട്ടൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടൊരു ഫോൾ വരുന്നതന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നത്. അതേപോലെ തന്നെ ഫോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫുൾ പോയിന്റ് ഞാൻ ക്യാപ്ചർ ചെയ്തില്ല. എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയ ഉടനെ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 5000 റുപ്പീസ് ഇതായിരുന്നു ആ ട്രേഡ്. ഈ ട്രേഡ് ഞാൻ അപ്പോൾ തന്നെ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ടാർഗറ്റ് അച്ചീവ് ആയി തന്നെ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലത്തെ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ട്രേഡും അത്യാവശ്യം നല്ല ട്രേഡായിരുന്നു. പുൾ ബാക്കിൽ ഞാൻ നല്ലൊരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ബൈ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ട്രെൻഡ് തന്നെ ഞാൻ ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ച് ഇത് ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് ഇത് അത്യാവശ്യം ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നെ കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ടാർഗറ്റ് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ലെവലിൽ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലെവലിൽ 4000 റുപ്പീസ് അടുപ്പിച്ചപ്പോൾ തന്നെ ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ 5000 വരെ ഞാൻ വെയിറ്റ് ചെയ്യണമായിരുന്നു. അതായിരുന്നു 4000 ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ട്രേഡും. അപ്പോൾ ആ ട്രേഡും എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നത്തെ ദിവസത്തെ ട്രേഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഒരു സെൽ ഓപ്ഷൻ തന്നെയാണ് ഞാൻ മൈൻഡിൽ കരുതിയിരുന്നത്. പക്ഷേ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ബുള്ളിഷ് റാലി കണ്ടപ്പോഴത്തേന് ഇന്ന് അത്യാവശ്യം ബുള്ളിഷ് ആയിരിക്കും. ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാൻഡിലിൽ നിന്ന് തന്നെ ഒരു പുൾ ബാക്ക് വന്ന ഉടനെ ഞാൻ ഒരു ബൈ എൻട്രി കൺസിഡർ ചെയ്തു. പക്ഷേ അത്യാവശ്യം കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ ഈ ഒരു സ്ട്രക്ചർ കണ്ടപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് ഒരു ഫിയർ പോലെ തോന്നി. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യണമായിരുന്നു. ഞാൻ അത് വെയിറ്റ് ചെയ്തില്ല. ഈ ഒരു ലോ പോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ മൈൻഡ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ
അങ്ങനെയായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഇവിടെ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യത്തെ ട്രേഡിൽ എനിക്ക് ഏകദേശം 1600 ലോസ് ആയിരുന്നു. അപ്പോഴും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. 1300 ആണ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ രണ്ടാമത് ഞാൻ കരുതി ഇതിന് ശേഷം എന്തായാലും താഴോട്ടായിരിക്കും പോകാൻ ചാൻസ് എന്ന് തോന്നി. ഈ പാറ്റേൺ കണ്ടിട്ട് എനിക്ക് വലുതായിട്ടൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ രണ്ടാമതൊരു പി എൻട്രി ഞാൻ എടുക്കാൻ പാടില്ലായിരുന്നു. ഒരു ട്രേഡാണ് എൻ്റെ ഡെയിലി റൂള്. പക്ഷെ ഞാൻ രണ്ടാമതൊരു ട്രേഡ് കൺസിഡർ ചെയ്തു, എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ ആ ട്രേഡ് എടുത്ത് അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രേഡ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ട്രേഡ് എടുത്തതും നല്ലൊരു മൂവ്മെൻറ്റ് വന്നു. അപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഞാൻ പുട്ട് ഓപ്ഷനിൽ ബൈ ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നെ വേറെ ഒന്നും ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2:30 ആയപ്പോഴാണ് തോന്നുന്നു ക്ലൗഡ് ഫെയർ അടിച്ചു പോയി. എല്ലാവരുടെയും പ്ലാറ്റ്ഫോമിൽ ആകെ പ്രശ്നമായിരുന്നു എന്നൊക്കെ കണ്ടായിരുന്നു. ആർക്കെങ്കിലും അങ്ങനെ ലോസ് വല്ലതും അടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇന്നത്തെ ദിവസം. അങ്ങനെ ഞാൻ ഈ ആഴ്ച സർവൈവ് ചെയ്തതിൽ എനിക്ക് പ്രോഫിറ്റ് എന്ന് പറയാൻ ഈ 9500 ഒരു 3000 കുറയും. അങ്ങനെയാണെങ്കിൽ ഒരു 5800 6000 റുപ്പീസ് എനിക്ക് പ്രോഫിറ്റ് ആയിട്ട് ദിസ് വീക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അടുത്ത വീക്ക് എങ്ങനെയാണ് അടുത്ത വീക്ക് ഞാൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനാണ് ഇരിക്കുന്നത്. എൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റിലാണ് ഞാൻ എന്തായാലും ഇരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ചത്തെ കാര്യം ഞാൻ അടുത്ത ആഴ്ച അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.